അഹമ്മദാബാദ് വിമാന അപകടം നടന്നിട്ട് ഇന്നേക്ക് കൃത്യം ഒരു മാസം തികയാണ്. കഴിഞ്ഞ ജൂൺ 12-ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ AI-171 വിമാനമാണ്. പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അടുത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്ക് ദാരുണമായി തകർന്നു വീഴുന്നത്. എന്നാൽ ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരുടെ വീഴ്ചയായിരിക്കും എന്നതാണ്. എന്നാൽ എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇന്നലെ വൈകിട്ട് ഈ വിമാനം ദുരന്തം നടന്ന ഏകദേശം ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ വ്യോമയാന മന്ത്രാലയത്തിന് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. ഇനി എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നോക്കാം. ഈ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഈ വിമാനം തകരാനുണ്ടായ കാരണം, ഏറ്റവും പ്രധാനമായ കാരണം ഇതിന്റെ 2 എഞ്ചിനുകളും ഓഫ് ആയിരുന്നു എന്നുള്ളതാണ്. കുറച്ചും കൂടി വ്യക്തമായി അല്ലെങ്കിൽ കൃത്യതയോടെ പറയുകയാണെങ്കിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: എഞ്ചിനിലേക്ക് ഇന്ധനം കടത്തിവിടുന്ന 2 സ്വിച്ചുകൾ അഥവാ 2 നോബുകൾ, ഇവ രണ്ടും ആ സമയം കട്ട് ഓഫ് പൊസിഷനിലായിരുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 2 പൈലറ്റുമാരുടെയും സംഭാഷണവും കോക്പിറ്റിൽ നിന്ന് ഈ ബ്ലാക്ക് ബോക്സിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ സംഭാഷണത്തിൽ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, ഈ സ്വിച്ച് ആരാണ് കട്ട് ഓഫ് ചെയ്തത്? അതേസമയം സഹ പൈലറ്റിന്റെ അടുത്ത് നിന്ന് ലഭിച്ച മറുപടി ഇങ്ങനെയായിരുന്നു: എനിക്കറിയില്ല എന്ന് മാത്രം. ഈ വിമാനം തകർന്നു വീഴുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പേ തന്നെ, കൃത്യമായി പറഞ്ഞാൽ 2:09-ന് പൈലറ്റുമാരുടെ അടുത്ത് നിന്നും മീഡിയ കോൾ സന്ദേശം എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് എത്തിയിരുന്നു. എന്നാൽ തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കൺട്രോൾ റൂം ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിക്കാത്ത അവസ്ഥയാവുകയും സിഗ്നൽ കട്ടായി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനം താഴേക്ക് പതിച്ച് പൊട്ടി തകരുകയാണ് ഉണ്ടായത്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് ഫ്യൂൽ സപ്ലൈ ചെയ്യുന്ന ഈ നോബുകൾ കട്ട് ഓഫ് ചെയ്യുന്ന പൊസിഷനിലായിരുന്നു എന്നതാണ് ശരിക്കും ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇനി ബാക്കിയായ ചോദ്യങ്ങൾ ഇതാണ്: എങ്ങനെയായിരിക്കും ഈ നോബുകൾ ഓഫായിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത് ഓഫാക്കിയത്? ഇത്തരം ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു നോബ് എങ്ങനെയാണ് ഓഫായത് എന്നുള്ളതാണ്. പലരും പറയുന്നത് പൈലറ്റുമാരുടെ അശ്രദ്ധ കൊണ്ട് തട്ടി തനിയെ ഓഫായി പോയതായിരിക്കാമെന്ന്. എന്നാൽ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ നോക്കുകയാണെങ്കിൽ ഒരു സാധ്യതയുമില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം ഈ നോബുകൾ അല്ലെങ്കിൽ ഈ സ്വിച്ചുകൾ സാവധാനം തട്ടിയാൽ മാറുന്ന രീതിയിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നല്ല. ഇത്തരം സ്വിച്ചുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇവ ഓഫ് ആൻഡ് ഓൺ ചെയ്യണമെങ്കിൽ ഇവ മുകളിലോട്ട് പുൾ ചെയ്ത് ബാക്കോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടോ നീക്കിയാൽ മാത്രമേ ഇത്തരം സ്വിച്ചുകൾ ഓഫ് അല്ലെങ്കിൽ ഓൺ ആകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രദ്ധയില്ലാതെ കൈ തട്ടിയപ്പോഴോ മറ്റോ ആകാം എന്ന് പറയുന്ന വാദത്തിന് ഇവിടെ പ്രസക്തി. ഇനി വേണമെങ്കിൽ 2 സാധ്യതകൾ നമുക്ക് ഇതിൽ പറയാം. ഒന്ന്, ഈ പൈലറ്റുമാരുടെ അശ്രദ്ധ തന്നെയാണ്, അവർ മറന്നുപോയതാണ്, ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ മറന്നുപോയതാണ്. രണ്ടാമതായിട്ടൊരു സാധ്യത പലരും പറയുന്നത് ഇങ്ങനെയാണ്: ഇതിന് പിന്നിൽ കൃത്യമായ വ്യക്തമായ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഊഹാപോഹങ്ങളും സാധ്യതകളൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിന്റെ വ്യക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. വ്യക്തമായ അന്വേഷണം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ കണ്ടന്റുമായി കാണാം. ബൈ.